കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചതാണ് പ്രണയത്തിന്റെ പേരിൽ കാമുകനെ കൊലപ്പെടുത്തിയത്. അത് വിഷം കലർത്തി കൊടുത്തായിരുന്നു അന്ന് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി പഠിക്കുന്നതിനിടയിലാണ് ഈ കാമുകനെ കൊലപ്പെടുത്തിയത്. അത് എല്ലാവരും ഞെട്ടിച്ചതാണ്. കാരണം അതിനു മുൻപെല്ലാം തിരിച്ചായിരുന്നു. ഈ പെൺകുട്ടികളെ ആയിരുന്നു കാമുകന്മാർ കഴുത്തറത്തും അതോടൊപ്പം തന്നെ ആസിഡ് ഒഴിച്ചും എല്ലാം കൊലപ്പെടുത്തുന്നത്. പക്ഷെ ആ രീതിക്കൊരു മാറ്റമുണ്ടായി കേരളത്തെ ഞെട്ടിച്ച സംഭവം ഇപ്പോൾ അതിൽ വിധി വരുന്നു എന്ന പുതിയ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. എന്തായാലും ഗ്രീഷ്മയ്ക്ക് കൃത്യമായി തന്നെ ഗ്രീഷ്മ അർഹിക്കുന്ന തരത്തിലുള്ള ശിക്ഷ ലഭിക്കുമോ? ഗ്രീഷ്മ അർഹിക്കുന്ന തരത്തിലുള്ള ശിക്ഷ തന്നെ ലഭിക്കണം. കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ കേരളത്തിന് ആകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഷാരോൺ രാജിൻ്റെ വധക്കേസ്. കാരണം നേരത്തെ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ട്രെൻഡല്ല, നേരത്തെ നടന്നുകൊണ്ടിരുന്നത് ഈ പെൺകുട്ടികളെ ആൺകുട്ടികൾ, അതായത് ആൺ സുഹൃത്തുക്കൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവങ്ങളാണ് ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതലും കല്യാണത്തിന് സമ്മതിക്കാത്തതും, ചിലപ്പോൾ പ്രണയത്തിൽ അല്ലെങ്കിൽ പ്രണയം നിരസിച്ചതും അല്ലെങ്കിൽ പ്രണയം നിർത്തിപ്പോയതുമായ അങ്ങനെ ബന്ധപ്പെട്ടാണ് ഈ പെൺകുട്ടികളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം വന്നത് ഈ ഷാരോൺ രാജ് വധക്കേസാണ്. കാരണം പെൺകുട്ടികളും ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ഇതിന് സാധിക്കും എന്ന് തെളിയിച്ചത് ഈ ഷാരോൺ രാജ് വധക്കേസ് തന്നെയാണ്. ഇതിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയാണ്, രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, പിന്നീട് മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരൻ ഇവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷാരോൺ രാജ് വധക്കേസിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഗ്രീഷ്മ എന്ന് പറയുന്നത് ഗ്രീഷ്മയെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രീഷ്മ എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിജീവി അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എല്ലായിടത്തും പോയ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് അവിടെ, അതായത് നാട്ടിൻ പ്രദേശങ്ങളിൽ പാവം പിടിച്ചൊരു കുട്ടിയാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്നത്. അതായത് ഷാരോണിൻ്റെ ഒരു വധക്കേസ് വരുന്നത് വരെ. പിന്നീടാണ് ഈ ഷാരോണിനെ വിളിച്ചു വരുത്തി ഈ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും ഉൾപ്പെടെ ഒരു പദ്ധതി തയ്യാറാക്കി ഈ പയ്യന് ജ്യൂസിൽ വിഷം കലക്കി കൊടുത്ത് ഈ പയ്യനെ കൊലപ്പെടുത്തുന്നത്. അന്ന് വരെ അതായത് ഒരു ഫോൺ സംഭാഷണമാണ് ഈ ഒരു ഷാരോൺ രാജ് വധക്കേസ് വലിയ ഒരു സുപ്രധാന തെളിവായിട്ട് വന്നത്. കാരണം ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, അതായത് ഈ ഷാരോൺ രാജിനെ വിളിച്ചപ്പോൾ ഗ്രീഷ്മ പറയുന്നുണ്ട്, ഞാൻ നിന്നെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിക്കുമോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളൊരു ഡയലോഗ് ഗ്രീഷ്മ അവിടെ അടിക്കുന്നുണ്ട്. പിന്നെയാണ് ഈ റിപ്പോർട്ടെല്ലാം പുറത്തു വരുന്നത്, ഗ്രീഷ്മ തന്നെയാണ് ഈ പയ്യന് ജ്യൂസിൽ വിഷം കലക്കി കൊടുത്തതും പയ്യനെ കൊന്നതും. കാരണം മറ്റൊരു കല്യാണ ആലോചന വന്നതിന് പിന്നാലെയായിരുന്നു ഈ ഷാരോൺ രാജിനെ കൊല്ലണമെന്ന ഗൂഢതന്ത്രം ഈ ഗ്രീഷ്മയിൽ ഉടലെടുത്തത്. അപ്പോൾ എന്തായാലും അതായത് കല്യാണം എന്ന് പറയുന്നത് എന്തായാലും ഒരു സമ്പന്നന്റെ വിവാഹാലോചന തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പാവപ്പെട്ട ഒരു പയ്യനെ ഇത്ര ഇതായിട്ട് കൊന്നത്. അപ്പോൾ എന്തായാലും ഈ കേസിൽ ഈ മാസം 17-നാണ് വിധി. പിന്നീട് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ ഓൺലൈൻ മാധ്യമങ്ങളിൽ കണ്ടത് ഗ്രീഷ്മ ജയിലിൽ വെച്ച് തന്നെ ഗർഭിണിയായി മറ്റ് രീതിക്കുള്ള വാർത്തകൾ, ഇതുപോലെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നായിരുന്നു. എന്നാലും ഗ്രീഷ്മ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് യാതൊരു കൂസലും ഇല്ലാതെയാണ് ആ പെൺകുട്ടി നടക്കുന്നതും ആ പെൺകുട്ടി ജീവിക്കുന്നത്. കാരണം അതോടൊപ്പം തന്നെ ഗ്രീഷ്മയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇത്തരത്തിൽ ഗ്രീഷ്മയ്ക്ക് വിവാഹം വന്നു, അതിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഈ ഗ്രീഷ്മയുടെ പല ചിത്രങ്ങളും ഈ ഷാരോണിന്റെ കയ്യിലുണ്ടായിരുന്നതായും അത് കാട്ടി ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് കടന്നതെന്നാണ് പറയുന്നത്. അതെന്തായാലും അങ്ങനെയാണെങ്കിൽ ഈ പലരും അങ്ങനെ ഉണ്ടല്ലോ, ഈ ചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് ഈ പുതിയ കാലത്ത് പതിവായിരിക്കുകയാണല്ലോ. പല കേസുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. ഇത്തരം ഈ പ്രണയത്തിലായിരിക്കുന്നു, പിന്നെ ഈ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുന്നു, അത് വച്ച് ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് പതിവായിരിക്കുകയല്ലേ. അതെ, ഉറപ്പായിരുന്നു. ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തങ്ങൾ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഷാരോൺ ഭീഷണിപ്പെടുത്തിയേക്കാം. അതുകൊണ്ടാണ് ഗ്രീഷ്മ ഷാരോണിന് ഈ കഷായം, അതായത് ജ്യൂസിൽ വിഷം കൊടുത്ത് കൊന്നത് എന്ന് നമുക്ക് പറയാം. പക്ഷെ അവിടെ മറ്റൊരിതെന്ന് പറയുന്നത്, ഒന്നെങ്കിൽ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ഗ്രീഷ്മയുടെ വീട്ടുകാർ തന്നെയാണ് ഈ പദ്ധതി തയ്യാറാക്കിയതെങ്കിലും വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ അല്ലെങ്കിൽ അവനെ പിന്മാറ്റിക്കാനുള്ള ഒരു ശ്രമം നടത്താമായിരുന്നു. അതിനുശേഷം മറ്റ് മാർഗങ്ങളിലൂടെ കടന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇതൊരു വളരെ ദാരുണമായൊരു സംഭവമാണ്. കാരണം ഷാരോണിൻ്റെ സുഹൃത്ത് പറയുന്നത് അവനൊരു പാവം പയ്യനാണ്, അവൻ മറ്റൊന്നും ചെയ്യില്ല. അതായത് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാണ് ഷാരോണിൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ഷാരോണിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ പറഞ്ഞതാണ് തൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, പിന്നെ എന്തിനാണ് തൻ്റെ മകനെ കൊന്നത്, അതിക്രൂരമായി കൊന്നത് എന്നുള്ള പല വിവാദം പല പ്രസ്താവനകൾ നടത്തിയായിരുന്നു. എന്തായാലും ഇതിൽ ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഗ്രീഷ്മ പറയുന്നത് ചേട്ടൻ പറഞ്ഞതുപോലെ തൻ്റെ
തൻ്റെ ചിത്രങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഷാരോൺ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് താൻ ഇങ്ങനെയൊരു കുറ്റകൃത്യം ചെയ്തത്. പക്ഷേ ഷാരോണിന്റെ വീട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ പുതിയ കാലത്ത് ഈ ബ്രേക്കപ്പ് പറഞ്ഞാൽ ഉൾക്കൊള്ളുവാൻ പുതിയ തലമുറയ്ക്ക് കഴിയുന്നില്ല എന്ന പല വിദഗ്ധരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വൈരാഗ്യം ഉണ്ടാകുകയും ബ്രേക്കപ്പ് പറയുമ്പോൾ എനിക്ക് ലഭിക്കാത്ത കുട്ടിയെ ആർക്കും വേണ്ട എന്ന ചിന്തയിലേക്ക് മാറുന്നത്. അതായിരുന്നു പലയിടത്തും തുടർച്ചയായി തന്നെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ പിന്മാറുമ്പോൾ കൊലപാതകത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ പലരും ഈ വിദഗ്ധർ കണ്ടെത്തിയത് എങ്ങനെയാണ്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്കും വേണ്ട എന്ന ചിന്താഗതിയാണ്. ഈ രീതി അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരിക്കും? അങ്ങനെയുള്ള ചിന്താഗതി കാരണം നമുക്കറിയാം, അതായത് ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് ഇപ്പോഴത്തെ യുവതലമുറയിലെ എല്ലാവരും ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു സംഭവമായിട്ടാണ് അവർ എടുക്കുന്നത്. കാരണം പ്രണയം കിട്ടിയാൽ മതി, മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അവർക്കുള്ളിൽ. നമുക്കറിയാം, ഇപ്പോൾ ജോലിയാണോ പ്രണയമാണോ, ഇപ്പോഴത്തെ യുവതലമുറയോട് ചോദിച്ചാൽ ജോലിയാണോ പ്രണയമാണോ അവർക്ക് ആവശ്യമെന്ന് ചോദിച്ചാൽ അവരിൽ ഭൂരിഭാഗം പറയുന്നത് പ്രണയം തന്നെയായിരിക്കും. കാരണം പ്രണയം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉടനീളം വേണം, അല്ലെങ്കിൽ താൻ സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ തനിക്ക് വേണം എന്നുള്ളൊരു വാശിയാണ് അവിടെ. അല്ലാതെ അതൊരു സ്നേഹമായി നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, ഒരു വാശിയാണ്. ഇപ്പോഴത്തെ സ്നേഹം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രണയം എന്ന് പറയുന്നത് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാണ്, അതായത് നമ്മളെല്ലാവരും അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി പോയാൽ ഒന്നെങ്കിൽ പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടി തന്നെ ഒരു പയ്യന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടി തന്നെ കൊട്ടേഷൻ കൊടുക്കുന്നു, ഈ അല്ലെങ്കിൽ പയ്യൻ കൊട്ടേഷൻ കൊടുക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രണയം എന്നൊരു വാക്കിലാണ് എത്തിച്ചേരുന്നത്. കാരണം പ്രണയം അവർ അങ്ങനെയാണ്, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇപ്പോഴത്തെ യുവതലമുറ കാണുന്നത്. ആ ഒരു ടോക്സിസിറ്റി കൊണ്ട് തന്നെയാണ് അതായത് ചെറിയ കാര്യങ്ങളിൽ നിന്ന് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ മാധ്യമങ്ങളിലൊക്കെ, അതായത് വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്, ചിലപ്പോൾ ഒരു വാക്ക് തർക്കമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ, അല്ലെങ്കിൽ നീ ഈ ഡ്രസ്സ് ഇടണ്ട എന്നൊരു വാക്ക് തർക്കമായിരിക്കാം ചിലപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ പല സംഭവങ്ങളുമുണ്ട് ഈ ഒരു പ്രണയത്തിൻ്റെ. കാരണം നമ്മൾ ഈ ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രണയങ്ങൾക്ക് കുറച്ച് വീര്യം അല്ലെങ്കിൽ വാശി കൂടുതലായിരിക്കും. അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, ഈ കുട്ടികൾ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. അവരെന്ന് പറയുന്നത് എന്താണ്, വാശിപ്പുറത്താണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ജീവിതങ്ങളും എങ്ങും എത്താതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥിനി, അതായത് കോളേജ് ക്യാമ്പസിന് മുറ്റത്ത് വെച്ചൊരു വിദ്യാർത്ഥിനി കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു. പിന്നീട് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ കാമുകീനെ തന്നെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിപ്പിക്കുന്നു, അല്ലെങ്കിൽ കാമുകനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിപ്പിക്കുന്നു. അങ്ങനെ എത്ര സംഭവങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ പിന്നീട് ആ കേസുകളെല്ലാം പ്രതിയെ അറസ്റ്റ് ചെയ്താൽ പ്രതി പറയുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി പറയാൻ, അല്ലെങ്കിൽ ആ യുവാവ് പറയുന്നത്, അല്ലെങ്കിൽ യുവതി പറയുന്നത് താനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് അവൾ പിന്മാറി, അല്ലെങ്കിൽ തൻ്റെ പ്രണയം നിരസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കാരണം അവിടെ അവർക്ക് പറയാനില്ല. അങ്ങനെ അത്രത്തോളം ഒരു വൈരാഗ്യപൂർവ്വമായിട്ടുള്ള, അല്ലെങ്കിൽ വൈരാഗ്യബോധ്യമായിട്ടുള്ളൊരു പാതയിലൂടെയാണ് ഇപ്പോഴത്തെ യുവതലമുറ കടന്നു പോകുന്നത്. ഈ ഒരു ഷാരോൺ രാജ് വധക്കേസിന് പിന്നീട് എല്ലാവരും അറിയപ്പെട്ടത്, അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ പേര് അറിയപ്പെട്ടിരുന്നത് കഷായം ഗ്രീഷ്മ എന്നാണ്. കാരണം ഈ കുട്ടി ഈ പയ്യനെ കൊന്നത് കൊണ്ടാണ്. അപ്പോൾ എത്രത്തോളമാണ് ഒരു പ്രണയം കൊണ്ട് എത്ര ജീവിതങ്ങളാണ് നശിക്കുന്നത്. ആ ജീവിതങ്ങൾ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ഒരു നെടുന്തൂണാണ് അവിടെ പോകുന്നത്. ഒരു പയ്യൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂൺ തന്നെയാണ്. കാരണം ഈ ഷാരോൺ രാജിൻ്റെ തന്നെ ചേട്ടൻ കണ്ടു കാണും ആ കുടുംബത്തിൻ്റെ കരച്ചിൽ, പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കരച്ചിൽ. കാരണം അവർക്ക് ആകെയുള്ള ഒരു നെടുന്തൂണായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ആകെയുള്ള പ്രതീക്ഷയായിരുന്നു ഷാരോൺ. ആ ഷാരോണാണ് ഈ പ്രണയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ പേരിൽ, പ്രണയത്തിൻ്റെ ഒരു പകപ്പോക്കലായിട്ട് തൻ്റെ ജീവൻ ആ കുട്ടിയുടെ, അല്ലെങ്കിൽ ആ യുവാവിൻ്റെ ജീവിതം പോയത്. അങ്ങനെ എത്ര ജീവിതങ്ങളാണ് ഒരു പ്രണയത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്നത്. കൂടുതലും ഇത് കുടുംബക്കാർക്ക് തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഇന്ന് നമ്മളിത് ചിന്തിക്കുമ്പോൾ, അതായത് പ്രണയത്തിൻ്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തുമ്പോൾ നമുക്കത് ശരിയായിരിക്കും. കാരണം എൻ്റെ പ്രണയം നിരസിച്ചത് കൊണ്ടല്ലേ ഞാൻ അവളെ കൊലപ്പെടുത്തിയത്. ആ ഒരു സമയത്ത് നമുക്കത് ശരിയായിരിക്കാം. പിന്നീട് അത് നോക്കുമ്പോൾ, പിന്നീട് ഒരു വാസ്തവമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ മാത്രമേ ആ ചെയ്തത് തെറ്റാണെന്ന് നമുക്കത് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പേർ ഇപ്പോൾ ജയിലിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ഈ പൊതുമാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നീട് പലരും ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോഴും ജീവിക്കുന്നവരുമുണ്ട്. അതായത് മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പ്രണയമല്ല അതിനേക്കാളും വലിയ ഓപ്ഷൻസ് ഉണ്ടെന്ന് ഉള്ള രീതിക്ക് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. പിന്നീട് പ്രണയമാണ് തൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട്. അവരെ നമുക്ക് തിരുത്താൻ സാധിക്കില്ല, അവർ തനിയെ തന്നെ മാറണം. അതിന് അവർ തന്നെ ശ്രമിച്ചാലേ സാധിക്കുള്ളൂ. ഇപ്പോൾ എന്തായാലും ഈ ഷാരോൺ രാജ് വധക്കേസിൽ 17 വിധി. ഗ്രീഷ്മയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മരിച്ച ഷാരോണിന് നീതി കിട്ടട്ടെ, ഗ്രീഷ്മയ്ക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടട്ടെ. ഇത് മറ്റൊരു ആൺസുഹൃത്തോ അല്ലെങ്കിൽ പെൺസുഹൃത്തോ ചെയ്യാത്ത, അല്ലെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പായിരിക്കണം. കാരണം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും
ഒരു ജീവിതം, രണ്ടുപേരുടെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് രണ്ടുപേർക്കും ഒരു ജീവിതമുണ്ട്. ഒന്നെങ്കിൽ ആ പ്രണയം ഇല്ലെങ്കിൽ ഓക്കെ, ടാറ്റ ബൈ ബൈ എന്ന് ഇപ്പോഴത്തെ യുവതലമുറ പറയുന്നത്, ടാറ്റ ബൈ ബൈ, അതുവഴി നിർത്തുക. പിന്നീട് തങ്ങളുടെ കരിയർ കൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് ഇനിയും അച്ചീവ്മെൻറ്റ്സ് നേടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രണയത്തിൻ്റെ പേരിൽ ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത്. ഷാരോൺ രാജ് വധക്കേസ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ഓർമ്മ തന്നെയാണ്. ഷാരോൺ പ്രത്യേകിച്ചൊരു ഓർമ്മയാണ്. അപ്പോൾ എന്തായാലും ആ യുവാവിന് നീതി കിട്ടട്ടെ, ഗ്രീഷ്മയ്ക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കട്ടെ.